ഹലോ അസ്സലാമലൈക്കും. ഈ ചില മാറ്റങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം വിശ്വസിക്കുന്നു കേട്ടോ. കാരണം എനിക്ക് ഈ മധുരത്തോട് തീരെ താല്പര്യമില്ലേനു. പക്ഷേ മോനെ എപ്പം വയറ്റിലായോ അന്ന് മുതൽ എനിക്ക് മധുരം, അത് ലഡു, പായസം ഇതൊന്നും ഞാൻ കഴിക്കാത്ത ഒരാളേനും. പക്ഷെ പിന്നെ ഇതിനോടൊക്കെ എനിക്ക് വല്ലാത്ത കൊതിയും. പിന്നെ എപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിലും ആരൊരു ഗ്ലാസ് തന്നാലും കുടിക്കും. പക്ഷെ പണ്ടങ്ങനെ അല്ലേനും. അതാണ് പറയുന്നത്, ചില ആൾക്കാർ വരുമ്പോൾ ചിലതൊക്കെ മാറുമെന്ന് പറയുന്ന പോലെ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ ഈ പ്രസവത്തിലൂടെ മാറ്റങ്ങൾ വന്നത്? എനിക്കെന്തായാലും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് എൻ്റെ മോന്. ഒരു പായസക്കൊതിയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു മധുരപ്രിയനും പായസക്കൊതിയനാണ്. ആഴ്ചയിൽ ചോദിക്കും, ഇന്ന് ഏത് പായസം ഉണ്ടാക്കാം, ഇന്ന് പായസം ഉണ്ടാക്കില്ലേ. അങ്ങനെതാ വെറുതെ ഇരിക്കുമ്പോൾ പുറത്ത് പോകാൻ മടി കാണല്ലോ പാലൊക്കെ വാങ്ങാൻ. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വീട്ടിലുള്ളതായി കുറച്ച് ചെറുപയറും ശർക്കരയും തേങ്ങാപ്പാലും ഉണ്ടോ, പായസം റെഡി. അങ്ങനെ ഞങ്ങളിതാ തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി നല്ല കട്ടിയുള്ള പാലും ഒന്നാം പാലും രണ്ടാം പാലൊക്കെ ചേർത്ത് നല്ല തേങ്ങാക്കൊത്തും വറവും ഇട്ട് നല്ല ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കി കേട്ടോ. കിച്ചടിപ്പരിപ്പ് പായസം അതിന് ഉദ്ദേശിച്ചത്. പക്ഷെ പീടികയിൽ പോകാനുള്ള മടി കാരണം അത് മെല്ലെ മാറ്റി വെച്ച് പാലും എല്ലാം മാറ്റി തേങ്ങാപ്പാലിലേക്ക് ഒതുക്കി. ഇപ്പോഴത്തെ തേങ്ങ വെച്ച് നോക്കുമ്പം ഇത് കുറച്ച് അധികമായിപ്പോയി. പക്ഷെ കൊതി വന്നാൽ പിന്നെ അവിടെ നമ്മൾ തേങ്ങ ഉണ്ടോ ഇല്ലയെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കന്നെ. പിന്നെ ഇത് സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്നുള്ള പൂതിക്കൊക്കെ തീർക്കാൻ പറ്റിയൊരു പായസം തന്നെ കേട്ടോ. ഈ സേമിയ പായസം എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാത്തത് കൊണ്ട് നമുക്ക് പരിപ്പ് പായസം, ഇങ്ങനത്തെ ചെറുപയർ പായസം, അടപ്രഥമന് ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ മോന് അവന് ഹാപ്പിയാണ്. അടിപൊളി പായസമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ട്രിപ്പാണ്, രണ്ടാമത്തെ ട്രിപ്പും കഴിച്ചേക്കണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ മോനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യണേ. ടാറ്റ ബൈ ബൈ, സീ യു.